എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു വിൻഡ് പവർ പ്ലാന്റിന്റെ ഡിഫറെന്റ് എലിമെന്റ്സും ലേഔട്ട് പ്ലാൻസും പിന്നെ അവയുടെ ഫങ്ഷൻസും ഡിസ്കസ് ചെയ്യാം. ലക്ഷ്യം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 1. വിൻഡ് പവർ ജനറേഷൻ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന പലതരം കമ്പോണന്റ്സ് സന്ദർശിച്ച് ഐഡന്റിഫൈ ചെയ്യുവാൻ. 2. ഒരു വിൻഡ് പവർ പ്ലാന്റിന്റെ സ്കെമാറ്റിക് ഡയഗ്രാം തയ്യാറാക്കുവാനും വരയ്ക്കുവാനും. ഒരു വിൻഡ് ഫാം എന്നറിയപ്പെടുന്ന വിൻഡ് പവർ പ്ലാന്റ് കാറ്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഒരു വിൻഡ് പവർ പ്ലാന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഇതാണ്. വിൻഡ് ടർബൈൻസ്. വിൻഡ് പവർ പ്ലാന്റിൽ ഒന്നിലധികം വിൻഡ് ടർബൈൻസ് അടങ്ങിയിരിക്കുന്നു. അവ വലിയ ബ്ലേഡുകളുള്ള ഉയരമുള്ള സ്ട്രക്ചറാണ്. ഈ ടർബൈനുകൾ സ്ത്രവവും ശക്തവുമായതുമായ കാറ്റുള്ള സ്ഥലങ്ങളിൽ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നു. വിൻഡ് ക്യാപ്ചർ. കാറ്റ് വീശുമ്പോൾ അത് ടർബൈൻ ബ്ലേഡുകൾ കറങ്ങാൻ കാരണമാകുന്നു. ബ്ലേഡുകളുടെ രൂപവും രൂപകൽപ്പനയും കാറ്റിന്റെ ഗതികോർജം പിടിച്ചെടുക്കാൻ സഹായിക്കുന്നു. മെക്കാനിക്കൽ എനർജി. ബ്ലേഡുകൾ കറങ്ങുമ്പോൾ ടർബൈനിലുള്ള ഒരു ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഷാഫ്റ്റ് തിരിക്കുന്നു. ഭ്രമണത്തിൽ നിന്നുള്ള മെക്കാനിക്കൽ എനർജി ജനറേറ്റർ വഴി വൈദ്യുതോർജമായി മാറും. സ്റ്റെപ്പ് 1. വിൻഡ് മിൽ പവർ പ്ലാന്റ് സന്ദർശിച്ച് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ നോട്ട് ചെയ്യുക. പാർട്സ്, ട്രേസും ഐഡന്റിഫൈ ചെയ്യുക. മാക്സിമം ലോഡ് കറന്റ് 200 ആംപിയർ. സ്റ്റെപ്പ് 2. ഈ വിൻഡ് മിൽ പവർ പ്ലാന്റിൽ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ്, പാർട്സ്, ട്രേസും ഐഡന്റിഫൈയും ചെയ്യുക. നമ്പർ ഓഫ് ബ്ലേഡ്സ്. മിക്ക ടർബൈനുകളിലും 3 ബ്ലേഡുകളുണ്ട്. ബ്ലേഡിന് കുറുകെ കാറ്റ് വീശുമ്പോൾ ബ്ലേഡിന്റെ ഒരു വശത്തെ വായുമർദ്ദം കുറയുന്നു. ബ്ലേഡിന്റെ ഇരുവശത്തുമുള്ള വായുമർദ്ദത്തിലെ വ്യത്യാസം ലിഫ്റ്റും ഡ്രാഗും സൃഷ്ടിക്കുന്നു. ഗിയർ ബോക്സ്. ഒരു വിൻഡ് ടർബൈനിൽ ടർബൈൻ ബ്ലേഡുകളുടെ ഭ്രമണ വേഗതയെ വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിന് അനുയോജ്യമായ വേഗതയിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗിയർ ബോക്സ്. ലോ സ്പീഡ് ഷാഫ്റ്റ് ഒരു ഗിയർ ബോക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഗിയറുകളുടെ ഒരു കൂട്ടമാണ്. ഗിയർ ബോക്സിലെ ഗിയറുകൾ അവയ്ക്ക് കഴിയുന്ന തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ജനറേറ്റർ. വിൻഡ് പവർ പ്ലാന്റ്സ് അവയുടെ ശേഷിയും ഡിസൈനും അനുസരിച്ച് വ്യത്യസ്ത തരം ജനറേറ്ററുകൾ ഉപയോഗിച്ചേക്കാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വിൻഡ് പവർ പ്ലാന്റ്സിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ജനറേറ്ററുകൾ ഉൾപ്പെടുന്നു അസിൻക്രോണസ് അല്ലെങ്കിൽ സിൻക്രോണസ് ജനറേറ്റേഴ്സ്. രണ്ടാമത്തേത് ആധുനിക വിൻഡ് ടർബൈൻ ടെക്നോളജിയിൽ കൂടുതൽ പ്രചാരത്തിലുണ്ട്. വിൻഡ് ടർബൈന്റെ പ്രധാന ഷാഫ്റ്റ് ഒരു ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എക്സൈറ്റർ. എക്സൈറ്റർ കറണ്ട് നിയന്ത്രിക്കുന്നത് ഒരു ടർബൈൻ കൺട്രോളറാണ്. അത് കാറ്റിന്റെ വേഗത മനസ്സിലാക്കുന്നു. അത് ആ പ്രത്യേക കാറ്റിന്റെ വേഗതയിൽ നമുക്ക് നേടാനാകുന്ന ശക്തി കണക്കാക്കുന്നു. ടർബൈൻ കൺട്രോളർ. സ്റ്റേറ്റർ വൈൻഡിങ്സിനുള്ളിൽ റോട്ടർ കറങ്ങുമ്പോൾ വിൻഡ് ടർബൈൻ ജനറേറ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാറ്റിന്റെ അവസ്ഥയും ടർബൈൻ വേഗതയും അനുസരിച്ച് ജനറേറ്ററിൽ നിന്നുള്ള AC ഔട്ട്പുട്ടിൽ വോൾട്ടേജും ഫ്രീക്വൻസിയും വ്യത്യാസപ്പെടാം. കണ്ടീഷൻ ചെയ്ത DC പവർ ഒരു ഇൻവേർട്ടറിലോ മറ്റ് പവർ കൺവേർഷൻ ഉപകരണത്തിലോ നൽകുന്നു. അത് ആവശ്യമുള്ള വോൾട്ടേജ്, ഫ്രീക്വൻസി, ഫേസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ ഉപയോഗിച്ച് DC പവറിനെ AC പവറായി പരിവർത്തനം ചെയ്യുന്നു. AC പവർ പിന്നീട് ഗ്രിഡുമായി സിൻക്രോണൈസ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് വിതരണത്തിനായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ലൈൻ കൺവേർട്ടർ യൂണിറ്റ്. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ. സ്റ്റേറ്റർ വൈൻഡിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രിഡ് സൈഡ് കൺവേർട്ടർ LCUവിൽ ഉൾപ്പെടുന്നു. GSC AC പവറിനെ സ്റ്റേറ്റർ വൈൻഡിങ്സിൽ നിന്ന് DC പവറായി പരിവർത്തനം ചെയ്യുന്നു. തുടർന്ന് ഗ്രിഡിനാവശ്യമായ ഉചിതമായ വോൾട്ടേജ്, ഫ്രീക്വൻസി. പ്രൈമറി വൈൻഡിംഗ് ഡിസൈൻ. കുറഞ്ഞ വോൾട്ടേജ് AC പവർ സ്വീകരിക്കുന്നതിനാണ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വിൻഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അത് വോൾട്ടേജിനെ ഉയർന്ന തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയോ ഉയർത്തുകയോ ചെയ്യുന്നു. ഇന്റേണൽ സപ്ലൈ യൂണിറ്റ് ആൻഡ് ചോപ്പർ. ഇലക്ട്രിക്കൽ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു റെക്ടിഫയർ ഔട്ട്പുട്ട് ലൈൻ കൺവേർട്ടർ യൂണിറ്റിനും നൽകി ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്ഫോമർ വഴി ഗ്രിഡിലേക്ക് നൽകുന്ന ഔട്ട്പുട്ട് AC സ്ഥിരപ്പെടുത്തുന്നു. വിൻഡ് ടർബൈനിന്റെ ഇന്റേണൽ ഓക്സിലറീസിന് മോട്ടോർ, ബാറ്ററി മുതലായവ വൈദ്യുതി നൽകാൻ ഒരു ആധുനിക യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഇതിനെ ഇന്റേണൽ സപ്ലൈ യൂണിറ്റ് എന്ന് വിളിക്കുന്നു.
ISUവിന് ഗ്രിഡിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി എടുക്കാം. സുരക്ഷാ ആവശ്യത്തിനായി റെക്ടിഫയർ യൂണിറ്റിൽ നിന്ന് അധിക ഊർജം വിനിയോഗിക്കാൻ ചോപ്പർ ഉപയോഗിക്കും. വിൻഡ് ടർബൈൻസ്. വിൻഡ് ടർബൈൻ സാധാരണയായി 7 MPH 11 km/hനും 56 MPH 90 km/hനും ഇടയിൽ പ്രവർത്തിക്കും. എഫിഷ്യൻസി സാധാരണയായി ഏകദേശം 18 MPH 29 km/hൽ പരമാവധി വർദ്ധിപ്പിക്കും. അവ 27 MPH 43 km/h വേഗതയിൽ അവയുടെ പരമാവധി ഔട്ട്പുട്ടിൽ എത്തും. എ വിൻഡ് ടർബൈൻ റോട്ടർ ബ്ലേഡുകളിൽ നിന്നുള്ള എയറോഡൈനാമിക് ഫോഴ്സ് ഉപയോഗിച്ച് കാറ്റിന്റെ ഊർജത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. അത് ഒരു വിമാന ചിറക് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ റോട്ടർ ബ്ലേഡ് പോലെ പ്രവർത്തിക്കും. ഗ്രിഡ്. നാഷണൽ ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിന് സൈറ്റിലെ ട്രാൻസ്ഫോമറിലൂടെ വൈദ്യുതോർജം കടത്തിവിടുന്നു. അത് നാഷണൽ ഇലക്ട്രിസിറ്റി സിസ്റ്റം ഉപയോഗിക്കുന്ന വോൾട്ടേജിലേക്ക് വർദ്ധിപ്പിക്കും. ടവർ. ട്യൂബുലർ സ്റ്റീലിൽ നിന്ന് നിർമ്മിച്ച ടവർ ടർബൈനിന്റെ ഘടനയെ പിന്തുണയ്ക്കും. ഉയരത്തിനനുസരിച്ച് കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതിനാൽ ഉയർന്ന ടവറുകൾ ടർബൈനുകളെ കൂടുതൽ ഊർജം പിടിച്ചെടുക്കാനും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പ്രാപ്തമാക്കുന്നു. ടർബൈനുകളിൽ 80 മീറ്റർ ഉയരമുള്ള ടവറും 55 മീറ്റർ നീളമുള്ള 3 ബ്ലേഡുകളും ഉൾപ്പെടും. നാസെയിൽ. നാസെയിൽ ടവറിന് മുകളിലിരിക്കുന്നു. അതിൽ ഗിയർ ബോക്സ്, ലോ ആൻഡ് ഹൈ സ്പീഡ് ഷാഫ്റ്റ് ജനറേറ്റർ, ബ്രേക്ക് എന്നിവ അടങ്ങിയിരിക്കും. ചില നാസെയിൽസ് ഒരു വീടിനേക്കാൾ വലുതും 1.5 മെഗാവാട്ട്സ് ഗിയർ ടർബൈന് 4.5 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ളതാണ്. ഹബ്. ടർബൈനിന്റെ ഡ്രൈവ് ട്രെയിനിന്റെ ഭാഗമായ ടർബൈൻ ബ്ലേഡുകൾ ടർബൈനിന്റെ പ്രധാന ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹബിലേക്ക് യോജിപ്പിച്ചിരിക്കുന്നു. ലോ സ്പീഡ് ഷാഫ്റ്റ്. ടർബൈനിന്റെ ഡ്രൈവ് ട്രെയിനിന്റെ ഭാഗമായ ലോ സ്പീഡ് ഷാഫ്റ്റ് റോട്ടറുമായി ബന്ധിപ്പിച്ച് മിനിറ്റിൽ 8 മുതൽ 20 റൊട്ടേഷൻസിനിടയിൽ സ്പിൻ ചെയ്യുന്നു. ബ്രേക്ക് സിസ്റ്റം. ഒരു ടർബൈൻ ബ്രേക്ക് ഷട്ട് ഡൗൺ ചെയ്തതിനു ശേഷം റോട്ടറിനെ തിരിയുന്നത് നിലനിർത്തുന്നു. ഒരിക്കൽ ടർബൈൻ ബ്ലേഡുകളെ കൺട്രോളർ നിർത്തിയാൽ ബ്രേക്ക് ബ്ലേഡുകളെ ചലിക്കുന്നത് തടയുന്നു. ഇത് മെയിൻ്റെനൻസിന് ആവശ്യമാണ്. സ്റ്റെപ്പ് 3. പ്ലാന്റിന്റെ ദൈനംദിന ശരാശരി പവർ ഔട്ട്പുട്ട് നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 4. റേറ്റഡ് വോൾട്ടേജ് നിലനിർത്തുവാൻ ടർബൈന്റെ മിനിമം RPM നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 5. ടർബൈൻ കൺട്രോൾ ചോപ്പർ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റും അതിന്റെ പ്രാധാന്യവും നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 6. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നോട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ വിൻഡ് പവർ ജനറേഷൻ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന പലതരം കമ്പോണൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതും ഒരു വിൻഡ് പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം തയ്യാറാക്കുന്നതും വരയ്ക്കുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്തു.